ഇടുക്കി പശുപ്പാറയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. പശുപ്പാറ സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അഖിൽ TS ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, എന്തായാലും കനത്ത മഴയിൽ ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നു. ഇതുൾപ്പെടെയുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആര്യ, അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ മഴക്കെടുതിയിൽ ഏറ്റവും വേദനാജനകമായ ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത് ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിൽ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നു. രാവിലെ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ലീലാമണി മുരളീധരൻ എന്നയാളുടെ വീട്ടിൽ ഒരാൾ വീടിനുള്ളിൽ മുറിയുടെ മേളിലേക്ക് വെളുപ്പിന് 2 മണിയോടുകൂടി മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു ഘട്ടമുണ്ടായി. അവരുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ വൈക്കം സ്വദേശിയായ 72 വയസ്സുള്ള പ്രഭാകരനായിരുന്നു ഇത്തരത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന. ആ പ്രഭാകരൻ താമസിച്ചിരുന്ന മുറിക്ക് മുകളിലേക്കായിരുന്നു മണ്ണിടിഞ്ഞു വീണത്. ഏറ്റവും ദാരുണമായ സംഭവം എന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇടുക്കി ജില്ലയിൽ നിലവിൽ 2ാമത്തെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യ മരണം രാവിലെയോടുകൂടി സ്ഥിരീകരിച്ചിരുന്നു. സുമതിയുടെ മരണം രാവിലെയോടുകൂടി സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 2ാമത്തെ മരണം വൈക്കം സ്വദേശിയായിട്ടുള്ള പ്രഭാകരൻ നായർ, 72 വയസ്സുള്ള പ്രഭാകരൻ നായരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ദുരന്ത നിവാരണ സേന വീട്ടിലേക്ക് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ദുഷ്കരമായ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേന എത്തി മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് പ്രഭാകരൻ നായരുടെ മൃതദേഹം ലഭിച്ചത്. വളരെ ദാരുണമായ സംഭവങ്ങളാണ് മഴക്കെടുതിയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും വലിയ ദുരന്തങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തൊടുപുഴ അടൂർമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. കുടിയത്തൂർ 7ാം വാർഡിലെ പശുക്കല്ലിൽ സുമതിയാണ് ആദ്യഘട്ടത്തിൽ മരിച്ചത്. സുമതിയുടെ ഭർത്താവിനെയും മകനെയും രക്ഷപ്പെടുത്തിയിരുന്നു. ഫയർഫോഴ്സും NDRFും പോലീസും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം മച്ചിപ്ലാവ് മഴുമുറ്റമ്പടി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ മഴ തുടരുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ആളുകൾക്ക്. അടിമാലി മേഖലയിൽ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ചാറ്റുപാറ, മച്ചിപ്ലാവ്, ദേവിയാർ, പത്താമയിൽ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. മൂന്നാർ മാങ്കുളം പഞ്ചായത്തിലെ കുരിശുപാറ, പിച്ചാട് റോഡിലും വെള്ളം കയറിയത് വാഹന ഗതാഗതം ദുഷ്കരമായി. മൂന്നാർ ഹെഡ്വർക്കേറ്റ് ഡാമിന് സമീപവും നേര്യമംഗലം മൂന്നാർ ദേശീയപാതയിലെ ചില ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ ശക്തി കുറയാത്ത സാഹചര്യത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനവും നിരീക്ഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കി ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആര്യ, ശരി. അഖിൽ TS ആണ് ഇടുക്കി ജില്ലയിലെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.